ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്പനയിൽ പറഞ്ഞതുപോലെ ഞങ്ങൾ ആഘോഷിച്ച അല്ലെങ്കിൽ ഞങ്ങളുടെ വിഷു ആഘോഷത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ മാത്രം കേട്ടോ. അങ്ങനെ ഒരുപാട് വീഡിയോ ക്ലിപ്സോ കാര്യങ്ങളോ ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇതിനകത്ത് ചേർക്കുന്നില്ല. കാരണം ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാറുമില്ല. ആഘോഷിക്കുന്ന സമയത്ത് അതിൽ തന്നെയായിരിക്കും കൂടുതൽ കോൺസെൻട്രേഷൻ. അപ്പോൾ പിന്നെ കൂടുതൽ ഫോട്ടോസും വീഡിയോസും ഒന്നുമില്ല. ഉള്ളത് വെച്ച് കുറച്ച് വിശേഷങ്ങൾ മാത്രം പങ്കുവെക്കുകയാണേ. അപ്പോൾ ഇതേ വിഷു ദിവസം രാവിലെ തന്നെ ഇതേ കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കണി ഒരുക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഉണ്ണിയപ്പം ഞാൻ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. കുറച്ച് ഉണ്ണിയപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് പറ്റുന്ന രീതിയിൽ കണി എപ്പോഴും വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ കണി കാണാൻ വേണ്ടി മോനെ വിളിച്ച് എണീപ്പിച്ച് കഴിഞ്ഞാൽ അവൻ ആദ്യം ചെയ്യുന്നത് കണ്ണ് തുറന്നു കണി കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ TV അവിടെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ കണിയുടെ വിശേഷങ്ങൾ. അപ്പോൾ നേരെ തന്നെ കണി വെച്ച് കഴിഞ്ഞ ഉടനെ ഞാനാണ് കേട്ടോ രാവിലെ എണീറ്റ് കണി വെച്ച് വിളക്കൊക്കെ കൊളുത്തി എല്ലാവരും വിളിച്ചെണീപ്പിച്ച് കണിയും കാണിച്ചു കൊടുത്തോട്ടെ. ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ച ആദ്യം തന്നെ സാമ്പാർ ഉണ്ടാക്കാം. അപ്പോൾ ഞങ്ങളിതേ ഒരുപാട് പേര്, ഒരു 10 ഫാമിലി, അതായത് അത്രയും ക്ലോസ് ഫ്രണ്ട്സ് എപ്പോഴും ഒരുമിച്ചാണ് കേട്ടോ ആഘോഷിക്കുന്നത്. ഓണായാലും വിഷു ആയാലും എല്ലാം ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ 1-2 ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു വീട്ടിൽ വെച്ച് ആഘോഷിക്കാൻ കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഞാൻ സാമ്പാറായിരുന്നു. അപ്പോൾ അതാണ് സാമ്പാറിൻ്റെ ഒരുപാട് കഷ്ണങ്ങളൊക്കെ കണ്ടത്. അപ്പോൾ സാമ്പാറൊക്കെ ഉണ്ടാക്കിയെടുത്ത് അതിന് കഴിഞ്ഞ് നേരെ ഞാൻ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് അമ്പലത്തിൽ പോയിട്ടോ. അമ്പലത്തിലൊക്കെ പോയി വന്ന് സാമ്പാറൊക്കെ ഞാൻ ഉണ്ടാക്കിയ സാമ്പാറൊക്കെ എടുത്തിട്ടത് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരും അതുപോലെ അവരുടെ ഐറ്റംസൊക്കെ എടുത്തിട്ട് ഓരോരു ഫാമിലിയായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുതിയ ഫ്രണ്ടിൻ്റെ ഒരു പുതിയ ഫ്ലാറ്റാണ് കേട്ടോ. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഇത്തവണ. അപ്പോൾ അവർ അത്യാവശ്യം നന്നായിട്ട് തന്നെ കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും ആണുങ്ങളൊക്കെ അവരുടെ ലോകത്തും കുട്ടികളൊക്കെ അവരുടെ ലോകത്തും ആയത് കാരണം ഞങ്ങൾ വെറുതെ ഒരു ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് മുറ്റത്ത് വെറുതെ ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ഒരു പുതിയ എല്ലാവരും ഒരേ നിറത്തിലുള്ള സെറ്റ് മുണ്ടൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ വന്നത്. അപ്പം വെറുതെ 2-3 സ്റ്റെപ്പ് തിരുവാതിര അങ്ങ് കളിച്ചു. ഒരു രസം ഫോട്ടോ എടുക്കാനായിരുന്നു കേട്ടോ വന്നത്. അവരുടെ ഡോറിന് പുറത്ത് തന്നെ കോറിഡോറിലാണ് കേട്ടോ. അപ്പം അത്യാവശ്യം നന്നായിട്ട് സ്ഥലം ഉള്ളതുകൊണ്ട് ഞങ്ങൾ വെറുതെ രസത്തിന് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെയൊക്കെ എൻജോയ് ചെയ്തു കേട്ടോ. എല്ലാവരും കൂടുമ്പോൾ ഇതൊക്കെ അല്ലേ ഒരു രസം. എന്തായാലും ഓണത്തിനാണ് തിരുവാതിര, എന്നാൽ പോലും സെറ്റ് മുണ്ടൊക്കെ കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു കൊതി തിരുവാതിര കളിക്കാൻ വേണ്ടി. അങ്ങനെ വെറുതെ 2-3 സ്റ്റെപ്പ് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴത്തേക്കന്നെ ഏകദേശം 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഫുഡൊക്കെ കൊടുക്കുന്ന ആദ്യം തന്നെ കുട്ടികൾക്ക് കൊടുക്കും കേട്ടോ. ഞങ്ങളങ്ങനെയാണ്. ഒരുപാട് കുട്ടികളുണ്ട്, 10 ഫാമിലിയല്ലേ. അപ്പോൾ എല്ലാവരുടെയും 2 വെച്ച് കുട്ടികളുണ്ടാകുമ്പോൾ അത്രയും കുട്ടികളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുത്തു. അതുമല്ല ഫ്ലാറ്റിനകത്തല്ലേ, ഒരുപാട് പേർക്ക് ഒരുമിച്ചൊന്നും ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം കുട്ടികളിരിക്കും. അത് കഴിഞ്ഞ് പെണ്ണുങ്ങളാണ് കേട്ടോ. ഞങ്ങൾ ഓണവും വിഷുവും വരുന്ന സമയത്തുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പെണ്ണുങ്ങൾ കഴിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ടേ ആണുങ്ങൾ കഴിക്കുള്ളൂ. ഞങ്ങൾക്ക് എല്ലാവർക്കും പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും ആണുങ്ങൾ തന്നെ വിളമ്പിത്തരും. അത് അവർക്ക് നിർബന്ധമാണ് കേട്ടോ. ഞങ്ങളും കൂടെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമേ ആണുങ്ങൾ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഞങ്ങൾ ആദ്യം തന്നെ കൊടുത്തു. കുറച്ചധികം കുട്ടികളുണ്ട് കേട്ടോ. പൊടികളും വലുതായിട്ടും എല്ലാം ഒത്തിരി കുട്ടികളുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ആദ്യം കൊടുത്തു. ലിവിങ് റൂമിൽ പറ്റാത്ത കുട്ടികളെയാണ് റൂമിലിരുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുട്ടികൾ അവിടുന്ന് കഴിക്കുന്നുണ്ട്, ഞങ്ങൾ കുട്ടികൾക്ക് വിളമ്പിയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആണുങ്ങളെയൊക്കെ ഇപ്പുറത്തേക്ക് പാർസൽ ചെയ്തു. അവർ കുറച്ച് നേരം റൂമിലിരുന്ന് അവരുടേതായ ലോകത്താണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുട്ടികൾ എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ സെറ്റ് മുണ്ടൊക്കെ നോക്കിക്കോളൂ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. എല്ലാവർക്കും ഒരുപോലത്തെ സെറ്റ് മുണ്ടൊക്കെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഞങ്ങളെ നാട്ടുകാർ തന്നെയാണ്, കണ്ണൂർ ഉള്ളവർ തന്നെയാണ് കേട്ടോ. അപ്പം ഒരുപാട് വർഷങ്ങളായിട്ട് അത്രയും ക്ലോസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇവിടെ അടുത്ത് തന്നെ ഞങ്ങൾ താമസിക്കുന്ന ഒരുപാട് വർഷങ്ങളായിട്ട് അടുപ്പമുള്ള ഫാമിലീസാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ എല്ലാ വർഷവും ഓണം വിഷു ഒക്കെ ഞങ്ങൾ ഇങ്ങനെയാണ് ആഘോഷിക്കുന്നത്. ഭയങ്കര സന്തോഷമാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ ഞങ്ങൾ ഓണം വിഷു ഒന്നും ഒരിക്കലും ഞങ്ങൾ മിസ് ചെയ്യാറില്ല. കാരണം ഇവിടെ എനിക്ക് തോന്നുന്നു അതിലും നന്നായിട്ട് തന്നെ ഞങ്ങളിവിടെ ആഘോഷിക്കാറുണ്ട് ഇതുപോലെ എല്ലാവരും ചേർന്നിട്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കാരണം എന്നെ കാണുന്നുണ്ടാവില്ല, സാരില്ല, ഞാൻ പിന്നെ ഫോട്ടോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളും കഴിച്ച് കഴിഞ്ഞ് പിന്നെയാണ് കേട്ടോ ആണുങ്ങൾ കഴിക്കുന്നത്. ഏറ്റവും ലാസ്റ്റാണ് അവർ കഴിക്കുന്നത്. അപ്പോൾ ആണുങ്ങളും ഫുഡ് കഴിച്ചു. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കുട്ടികളൊക്കെ അവരുടെ ലോകത്തായിരിക്കും. അവർ വേറെ തന്നെ ഫോട്ടോ എടുക്കലും, ആൺകുട്ടികളാണെങ്കിൽ അവർ വെറുതെ മൊബൈലൊക്കെ നോക്കി ഗെയിം കളിക്കലൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫോട്ടോസ് തിരുവാതിരയൊക്കെ കഴിഞ്ഞ് ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞ് കണി വെച്ച ചക്കയാണ് കേട്ടോ ചക്ക കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു പൂതി, എന്തായാലും ചക്കയൊന്ന് മുറിക്കണമെന്ന്. അപ്പോൾ ഏതായാലും അതും കൂടെ മുറിപ്പിച്ച് അതും കൂടെ കഴിച്ചിട്ട് തന്നെ നമ്മുടെ വിഷു ആഘോഷം അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ചക്ക അത്യാവശ്യം നല്ല ചക്ക തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ വയറ് നിറഞ്ഞിരിക്കുന്ന സമയം ആയതുകൊണ്ട് തന്നെ ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷേ കഴിച്ചവരൊക്കെ പറയുന്നുണ്ടായിരുന്നു അടിപൊളിയാണെന്ന് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ വിഷു ആഘോഷം. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് പോന്നു കേട്ടോ.
വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേക്കും കുറച്ച് ഫോട്ടോസൊക്കെ ഇതേ ഞാനിത് എവിടെ ഉണ്ട് കേട്ടോ അതേ ഊണ് കഴിക്കുന്ന ഫോട്ടോ ഇതേ. അപ്പോൾ അത് കാരണം എന്നെ കണ്ടില്ല എന്ന് പറയത്, ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ചെറിയ വലിയ ആഘോഷം കേട്ടോ. ഞങ്ങൾക്കിത് ഒരുപാട് വലിയ ആഘോഷമാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ വിഷു ആഘോഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുറച്ച് ഫോട്ടോസ് ഞങ്ങൾ തന്നെ ഞങ്ങളുടെ മൊബൈലിലെടുത്ത കുറച്ച് ഫോട്ടോസ് മാത്രമാണ് കേട്ടോ ഇത്. അപ്പം ഞങ്ങളുടെ ഇത് വിഷു ആഘോഷത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരുപാട് വിശേഷങ്ങളൊന്നും വെച്ചില്ല, ഇത്ര മാത്രം ഉള്ളത് വെച്ച് കുറച്ച് വീഡിയോ ക്ലിപ്സും ഫോട്ടോസും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഏതായാലും വിഷു അടിച്ച് പൊളിച്ചു എന്ന് തന്നെ പറയാം, ഗംഭീരമായി ആഘോഷിച്ചു തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഇത് ലാസ്റ്റിലൊരു കുൾഫിയും കൂടെ കഴിച്ചിട്ടാണ് കേട്ടോ ഞങ്ങളുടെ വിഷു ആഘോഷം അവസാനിപ്പിച്ചത്. ഇത് കുൾഫി കഴിക്കുന്ന ഫോട്ടോ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം.